ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വീഡിയോ അതായത് നിങ്ങൾ എത്ര നല്ല വീഡിയോ ചെയ്താലും ചിലപ്പോൾ വീഡിയോക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ അത്ര നല്ല ക്വാളിറ്റി ആയിരിക്കില്ല ചിലപ്പോൾ ഓഡിയോയ്ക്ക്. ഒരു പ്രേക്ഷകൻ വീഡിയോ കാണുമ്പോൾ വീഡിയോ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഓഡിയോ ക്വാളിറ്റിയോ കുറവുണ്ടോ എന്ന് നോക്കും. അതായത് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവും, പക്ഷേ ഓഡിയോ ക്വാളിറ്റി കൊണ്ട്, അതായത് ഓഡിയോ ക്വാളിറ്റിയുടെ കുറവുകൊണ്ട് ചിലപ്പോൾ അയാൾ അത് കാണണമെന്നില്ല. ചിലപ്പോൾ 2-3 സെക്കൻഡ് അല്ലെങ്കിൽ 10-20 സെക്കൻഡ് കൊണ്ട് ആ വീഡിയോ സ്കിപ്പ് അടിച്ച് അടുത്ത വീഡിയോയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടത് ഏറ്റവും നല്ല മൈക്കുകളാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി കിട്ടുന്ന ഒരു മൈക്കിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതാണ് ഈ മൈക്ക്. കൊഡാക് M11 എന്നുള്ള മൈക്കാണ്. അതായത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു നല്ലൊരു മൈക്കിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് കൊഡാക്കിൻ്റെ ലാവലിയർ മൈക്ക്. M11 ആണ് ഇത് മോഡൽ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാനിത് നേരത്തെ ഒന്ന് ഉപയോഗിച്ചതാണ്, ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തുറക്കുമ്പോൾ നല്ലൊരു ബാഗിലാണ് സംഭവിക്കുന്നത് കേട്ടോ. ബാഗിൽ ഒരു കവറിലായിട്ട് ഒരു 6 മീറ്റർ ലെങ്ത്തുള്ള മൈക്കാണ് ഇതിൻ്റെ പ്രത്യേകത. 6 മീറ്റർ ലെങ്ത് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ലാവലിയർ മൈക്ക് വരുന്നത്. പിന്നെ 3.5 ജാക്കാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മൈക്കാണ് കേട്ടോ. അതുപോലെ നല്ല നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. കൂടാതെ ഇതിൽ നമ്മൾ പുറത്തൊക്കെ പോയി വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഈ കാറ്റിൻ്റെ നോയ്സ്, മറ്റുള്ള നോയ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വിൻഷീൽഡ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൊഡാക്കിൻ്റെ വിൻഷീൽഡും പിന്നെ 6 മീറ്റർ ലെങ്ത്തുള്ള മൈക്കാണ് കേട്ടോ. അത് ഇതിൻ്റെ വയറിൻ്റെ ലെങ്ത്ത് 6 മീറ്റർ ഉണ്ട്. 3.5 ആണ് ഇതിൻ്റെ ജാക്ക് വരുന്നത്. ഇതാണ് മൈക്ക് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് വിൻഷീൽഡ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ഊരിയിട്ട് ഈ വിൻഷീൽഡ് ഇതിൽ പിടിപ്പിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ മൈക്ക് ഉപയോഗിക്കാതെയുള്ള സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈക്ക് സെറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയായിരിക്കും സൗണ്ട് എന്നും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ മൈക്ക് വാങ്ങിക്കണോ അതല്ല വേറെ ഏതെങ്കിലും മൈക്ക് വാങ്ങിക്കണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കൊഡാക്കിൻ്റെ മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മൈക്കിൽ കൂടെയുള്ള സൗണ്ടാണ്. ഇത്രയും നേരം കേട്ടത് നിങ്ങൾ ക്യാമറയിൽ നിന്നുള്ള വോയിസ് ആയിരുന്നു കേട്ടതെന്ന് വെച്ചാൽ. അപ്പോൾ നോക്കിക്കോ നിങ്ങൾ, ഇപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടോ, എങ്ങനെയാണ്, വ്യക്തമാണോ എന്ന് കേൾക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ അകത്തി വെച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, വ്യക്തമാകുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാം. അതുപോലെ ഇതിനൊരു നല്ലൊരു ബാഗുണ്ട്. അതായത് നമ്മൾ ഈ മൈക്ക് ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ് കേട്ടോ. ഒരു നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. പിന്നെ ഇതിന് വരുന്നത് അതുപോലെ ഈ മൈക്കിന് ഇപ്പോൾ ഓൺലൈനിലൊക്കെ ആണെങ്കിൽ 1999, അതായത് 2000 രൂപ വില വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഷോപ്പിൽ പോയി ഒന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതൊരു 1300 രൂപ പ്രൈസിന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ മൈക്ക് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്കത് കുഴപ്പമായിട്ട് തോന്നിയില്ല. ഇതിലും ക്വാളിറ്റി കുറഞ്ഞ മൈക്കുകൾ വിലക്കുറവിന് കിട്ടുമായിരിക്കും, പക്ഷേ ഈ നോയ്സിൻ്റെ പ്രശ്നം, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു മൈക്കായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കൊന്ന് അകന്ന് നിന്ന് പറഞ്ഞു നോക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? എനിക്കിതിപ്പോൾ വലിയ ക്വാളിറ്റി പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. ഇപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വോയിസ് എടുത്തിട്ടില്ല നിങ്ങളിന്ന് നോയിസ് ക്യാൻസലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ചെയ്തൊക്കെ എന്തെങ്കിലും ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 6 മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് ഈ വയറിന്. അപ്പോൾ നിങ്ങൾക്ക് അകന്ന് നിന്നൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എത്രയുണ്ടെന്ന്. അതുപോലെ ഈ ക്ലിപ്പ് ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഷർട്ടിൽ ഇങ്ങനെ പിടിച്ച് അതാ, ഇപ്പോൾ എൻ്റെ ബ്ലാക്ക് ഷർട്ട് ആയതുകൊണ്ടാണ് നിങ്ങൾക്കിത് കാണാൻ പറ്റാത്തതല്ല. കറക്റ്റായിട്ട് ഇവിടെ ഫിറ്റായിട്ട് ഇരുന്നോളും, യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം നമുക്ക് മൾട്ടി യൂസ് ആണോ, അതായത് മൊബൈലിൽ ഉപയോഗിക്കാം. ഇപ്പോൾ GoPro ക്യാമറ നിങ്ങൾ ഉപയോഗിക്കുന്നത് GoProയിൽ ഉപയോഗിക്കാം. അതുപോലെ ഇപ്പോൾ മറ്റ് പല മൊബൈലുകളിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.